ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആർട്ടിസ്റ്റ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഗിഫ്റ്റിംഗ് ഫ്രെയിം നമുക്ക് എങ്ങനെ പാക്ക് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുള്ള A4 സൈസ് ഗ്ലാസ് ഫ്രെയിമിലുള്ള ഒരു വെഡ്ഡിങ് ഗിഫ്റ്റ് ഫ്രെയിമാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ഫ്രെയിംസും കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ഐറ്റംസിൻ്റെയൊക്കെ വീഡിയോസാണ് ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോസ് മൊത്തത്തിൽ കാണുക, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കൂടുതലായിട്ടും എങ്ങനെയാണ് ഒരു ഫ്രെയിം സെറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ഫ്രെയിംസ് നമുക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രെയിമിൻ്റെ ക്വാളിറ്റി, റേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കണേ, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമ്മൾ ആദ്യം ഫ്രെയിം എടുത്തിട്ടുണ്ട്. ഞാനിത് കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നോർമൽ ബ്ലാക്ക് ചാർട്ട് പേപ്പറാണ് കേട്ടോ. ഗിഫ്റ്റിൻ്റെ പേപ്പേഴ്സൊന്നും അല്ല, നമ്മുടെ നോർമലി നമുക്ക് ചാർട്ട് കിട്ടുമല്ലോ ബ്ലാക്ക് കളറിൽ, ആ ചാർട്ടാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് രണ്ട് സൈഡും ഞാനൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. മടക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കി വരുന്ന ഭാഗവും സൈഡ് രണ്ടും ഒന്ന് മടക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ഡബിൾ സൈഡ് ടേപ്പാണ് ഞാൻ ആ സെൻറ്ററിൽ ഒട്ടിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യം ഒന്ന് മടക്കി വെച്ച് നോക്കിയിരുന്നു കേട്ടോ എത്ര ഡിസ്റ്റൻസ് വരും എന്നുള്ളത്. അതിനനുസരിച്ചിട്ടാണ് ഞാൻ ആ ടേപ്പ് ഒട്ടിച്ചത്. ആദ്യം ടേപ്പ് ഒട്ടിക്കണമെന്നില്ല, ആദ്യം നിങ്ങൾ മടക്കിയിട്ട് ദെൻ അതിനനുസരിച്ചിട്ട് ടേപ്പ് ഒട്ടിച്ചാലും മതി. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. മടക്കി വെക്കുമ്പോൾ കുറച്ചുകൂടി നീറ്റായിട്ട് തോന്നി, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ഭംഗിയില്ലാത്ത പോലെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും ക്രോസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആ ഡബിൾ സൈഡ് ടേപ്പിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എക്സസ് ആയിട്ട് ഇങ്ങനെ വരുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ മടക്കി വെച്ചിരുന്ന ഭാഗം ചെറുതായിട്ട് പുറത്തേക്കൊന്ന് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേറ്റീവ് പീസസൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം ഞാനിതാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ സംഭവം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അതിൻ്റെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. സെൻറ്ററിൽ തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ജോയിൻ്റ് ചെയ്ത ആ ഭാഗങ്ങളൊന്നും കാണില്ല. പിന്നെ അത്യാവശ്യം നല്ല ക്യൂട്ടായിരിക്കും, ബ്ലാക്കും വൈറ്റും നല്ല കോമ്പിനേഷനും ആയിരിക്കും. അപ്പോൾ അങ്ങനെ അതൊന്ന് സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഇതുപോലെ രണ്ട് ക്യൂട്ട് സ്റ്റിക്കേഴ്സാണിത്. സ്റ്റിക്കേഴ്സ് പ്രിൻ്റ് എടുത്ത കൂട്ടത്തിൽ ഞാൻ പ്രിൻ്റ് എടുത്ത സംഭവമാണ്. അപ്പോൾ അതിൽ പേരും എഴുതാലോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം അവിടെ വെച്ചത് കേട്ടോ. അപ്പോൾ അത് പൊസിഷനൊക്കെ കറക്റ്റ് നോക്കി നിങ്ങൾക്ക് എവിടെ വെച്ചാലാണ് ഭംഗി തോന്നുകയെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ സ്റ്റിക്കേഴ്സ് നമുക്ക് സ്റ്റിക്കേഴ്സിൻ്റെ പേപ്പറിലും പ്രിൻറ്റ് ചെയ്യാൻ കിട്ടും കേട്ടോ. പക്ഷേ ഇത് ഞാൻ നോർമലായിട്ട് പ്രിൻറ്റ് ചെയ്തെടുത്തതാണ്, ഗ്ലൂ ഒന്നും ഇല്ലാതെ. അതുകൊണ്ടാണ് ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതുപോലെ ജൂട്ടിൻ്റെ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് സെൻറ്ററിലൊന്ന് വെച്ചിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. താഴെ ഭാഗത്തുനിന്ന് നമ്മൾ ടൈ ചെയ്ത് കൊടുക്കണം എപ്പോഴും. അപ്പോഴാണ് മുകളിലാണ് കെട്ടുന്ന ആ ഭാഗം മുകളിലായിട്ട് വരുന്ന രീതിയിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും നല്ല രീതിയിലൊന്ന് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. ഓക്കെ, ഈ ജൂട്ടൊക്കെ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ വേണ്ടി കിട്ടും കേട്ടോ. ഞാൻ വാങ്ങിച്ച കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ റേറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണം എന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഇത് നമുക്ക് ചെറിയ റേറ്റിലും കിട്ടും. ഇനി വലിയൊരു ബണ്ടിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ഏത് രീതിയിലാണോ വേണ്ട അല്ലെങ്കിൽ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് വാങ്ങിച്ചാൽ മതി. പിന്നെ നമ്മൾ ഇങ്ങനെ ഈ ഗിഫ്റ്റിൻ്റെ വർക്ക്സൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ജൂട്ടിൻ്റെ ത്രെഡ് കുറച്ച് വലിയ ബണ്ടിൽ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന സംഭവം തന്നെയാണ്, വേസ്റ്റ് ആവുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതും ഞാൻ അതിൻ്റെ സെൻറ്ററിലൊന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു താങ്ക് യു നോട്ടും കൂടി വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ലോഗോയും വെച്ച് കൊടുക്കുക കേട്ടോ. ലോഗോ ഞാൻ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ലോഗോ പുറത്ത് വയ്ക്കാത്തത്. അപ്പോൾ താങ്ക് യു നോട്ടും കൂടി വെച്ച് കൊടുത്താൽ നമ്മുടെ ക്യൂട്ട് ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഫ്രെയിം സെറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ നല്ല അടിപൊളിയാണ്, സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൊറിയർ ചെയ്യണമെന്നുണ്ടെങ്കിലും അകത്ത് ചിലർ നമ്മളോട് പറയാറുണ്ടല്ലോ ഗിഫ്റ്റായിട്ട് കവർ ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഐഡിയ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.